ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ലെൻസ് ഓൺ വീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും സുഹൃത്ത് അബുവും നമ്മുടെ ഈ വാനിൻ്റെ റിവ്യൂ എടുക്കാൻ നെന്മാറ വന്ന വഴിക്കാണ് കുന്നിൻ്റെ മുകളിൽ ഈ ക്ഷേത്രം കാണുന്നത്. ഞങ്ങൾ അത് തേടി പിടിച്ച് ഇവിടെ എത്തി. ഈ കാണുന്ന പാറയുടെ മുകളിലാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ട ക്ഷേത്രമുള്ളത്. അതിലേക്കൊന്നും പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ആ പോകുന്ന ആൾ ക്ഷേത്രത്തിലെ പൂജാരിയാണ്. സന്ധ്യാപൂജയ്ക്കായി മല കയറുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. ഇവിടെ ഇത്ര നല്ലൊരു വ്യൂ ഉണ്ടെന്ന് ഒരിക്കലും താഴെ നിന്നാൽ തോന്നില്ല. സാധാരണ ഹിൽ ടോപ്പാണെന്ന് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ മുൻവിധി മൊത്തം തകിടം മറിച്ച് ഇവിടുത്തെ കാഴ്ച. അതുകൊണ്ട് പെട്ടെന്നുള്ള അന്താളിപ്പ് കാരണം ഞാനിവിടെ വന്ന് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒന്നും എടുത്തില്ല. അതുകൊണ്ടാണ് ഈ വിവരണം. ക്ഷമിക്കുക. വലിയൊരു പാറമല, അതിൻ്റെ നടുവിലെ ക്ഷേത്രം, കുറച്ച് ദൂരത്തൊരു പാലമരം. ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടിക്ക് കാരണം. ബാക്ക്ഗ്രൗണ്ടിൽ ആകാശവും. ഇതൊക്കെ കണ്ടാൽ ഒരു ഫോട്ടോഗ്രാഫർ എന്താ ചെയ്യുക? ക്യാമറ പെട്ടെന്ന് ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് ആദ്യം. അപ്പോഴേക്കും പൂജ കഴിഞ്ഞ് പൂജാരി വന്നു. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തിരക്കി. അദ്ദേഹം വിശദമായി പറഞ്ഞു തന്നു. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സംസാരിച്ചതിനാൽ ഓഡിയോ കുറവായിപ്പോയി. അദ്ദേഹം പറഞ്ഞ ഈ ക്ഷേത്രം മുരുകൻ്റെ പ്രതിഷ്ഠയാണ്. 250 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോഗി പഴനമലയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തുലാമാസത്തിലെ ദീപാവലി കഴിഞ്ഞ് വാവുത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ലഭിക്കും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇതൊരു സ്വകാര്യ ക്ഷേത്രമാണ്. ഇവിടുത്തെ ദേശക്കാർ ചേർന്നാണ് ഉത്സവം നടത്തുന്നത്. ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കറുവാത്തുമാമല എന്നാണ്. പല്ലാവൂർ നിന്ന് 2-3 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ എത്താൻ. കൊടുവായൂർ വഴിയും ആലത്തൂർ കുനിശ്ശേരി വഴിയും ഇവിടെ എത്താൻ കഴിയും. മനസ്സിന് ശാന്തിയും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയും നൽകുന്ന അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം, മറക്കരുത്. ബൈ ബൈ.